അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാത്രയും വ്രതവും യാത്രക്കാരുടെ പ്രയാസം പരിഗണിച്ച് നോമ്പിൻ്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ളതുപോലെയാണ് തത്വത്തിൽ ഈ ആനുകൂല്യം ഉള്ളത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പണ്ഡിതന്മാരുടെ ഏകകണ്ഠ അഭിപ്രായവും ഈ വിഷയത്തിൽ പ്രമാണങ്ങളായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പ്രസ്തുത ദിവസത്തെ നോമ്പ് മറ്റൊരു ദിവസം വീണ്ടെടുക്കാവുന്നതാണെന്ന് വിശുദ്ധ ഖുർആന് നമ്മെ പഠിപ്പിക്കുന്നു. യാത്രക്കാരൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇളവ് ലഭിക്കാവുന്ന യാത്രക്കാരനെ നോമ്പിൻ്റെ കാര്യത്തിലും ഇളവ് ലഭിക്കുകയുള്ളൂ. ഇതനുസരിച്ച് യാത്ര ദീർഘമായിരിക്കണം എന്നർത്ഥം. അഥവാ ഖസ്റാക്കി നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ട യാത്രാ ദൈർഘ്യം ഇതിന് അനിവാര്യമാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് യാത്ര 132 കിലോമീറ്റർ ദൂരമുണ്ടായിരിക്കണം എന്നർത്ഥം. അനുവദനീയമായ യാത്രയായിരിക്കണം. കുറ്റകരമായ കാര്യത്തിനുള്ള യാത്ര ദീർഘമായാലും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യാത്രയും നോമ്പും നാം പരസ്പരം ഒത്തുവരുമ്പോൾ അവിടെ ചില ആനുകൂല്യങ്ങൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. അത് കൃത്യമായ രൂപത്തിലായിരിക്കണം നമ്മളത് വിനിയോഗിക്കേണ്ടത്. അല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്രയുടെ പേര് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ പല യാത്രകളും നമുക്ക് ദൈർഘ്യമുള്ള യാത്രയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള പല സൗകര്യങ്ങളും ഇന്ന് സുലഭമായിരിക്കെ, ഇന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രയാസം അനുഭവപ്പെടാത്ത രൂപത്തിൽ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പരമാവധി ആളുകൾ യാത്രയിൽ നോമ്പെടുത്തുകൊണ്ട് ആ പുണ്യം കരസ്ഥമാക്കാനാണ് നാമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. അത് അനുവദനീയമാണ് എന്നും കൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയും നമ്മുടെ നോമ്പും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റമറ്റ രൂപത്തിലായി നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ യാത്രകളിലും പൂർണ്ണ സുരക്ഷ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൽ ധാരാളം ആളുകൾ പല യാത്രകളും ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.